കാസർഗോഡ് അപ്രതീക്ഷിതമായ ഒരു ടൈറ്റ് ഫൈറ്റ് ലീഗ് വളരെ തിന്നായിട്ടുള്ള മാർജിനിലാണ്. കലക്ടർ മൈൻ ഹാജി വളരെ തിന്നായിട്ടുള്ള ഒരു ബി ജെ പി പിക്ചറിലുണ്ട്. കാസർഗോഡ് ബി ജെ പി പിക്ചറിലുണ്ട്. 10,000 വോട്ടിന്റെ ഡിഫറൻസിൽ കെ സുരേന്ദ്രൻ പരാജയത്തിലേക്ക് പോയെങ്കിൽ കാസർഗോഡ് ബി ജെ പി പിക്ചറിലുണ്ട്. 1118 വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് കലക്ടർ മൈൻ ഹാജിയുമായി, UDF കാൻഡിഡേറ്റുമായി, IUML കാൻഡിഡേറ്റുമായി ML അശ്വനിക്ക് അവിടെ ഉള്ളത്. പട്ടാമ്പി എന്നും കോട്ടയാണ്. അവിടെ പോലും മുഹമ്മദ് മൂസിൻ ചെറിയൊരു ലീഡ്, അതായത് 300 ചില്ലാൻ വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കരയിലും സമാനമായ സ്ഥിതിയാണ്. MS അരുൺകുമാറിന് 1000 കടന്നിട്ടില്ല ഇതുവരെ ലീഡ്. MS അരുൺകുമാറിന്റെ ലീഡ്. ബേപ്പൂരിൽ നിന്നുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില കണക്കുകൾ വരുന്നു. മുഹമ്മദ് റിയാസ് 6071 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തുന്നുണ്ട്. ആശ്വാസകരമാണ്. LDFന് ഈ വലിയ തിരിച്ചടിക്കിടയ്ക്ക് ബേപ്പൂരിൽ 4 റൗണ്ട് കഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ 144 ആണ് ഫോർമുല. ഒരു PB മെമ്പർ, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 4 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ഇങ്ങനെ വീണാൽ PA മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മൈലം കുളക്കട പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 143 വോട്ടിന് ഇപ്പോഴും ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ ലീഡ് ഉയർത്തുകയാണ്. 4000 പുതിയ ആളുകൾ വരട്ടെ. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലീഡ് ചെയ്യുന്നത് വ്യക്തമായ ലീഡിലേക്ക് എത്തുകയാണ്. ജയിക്കാത്ത സീറ്റാണ് കേട്ടോ. അതെ, ജയിക്കാത്ത സീറ്റാണ് കൊടുങ്ങല്ലൂർ. അവിടെയാണ് ആദ്യമായി മത്സരിക്കുകയാണ്. മണ്ഡലം രൂപീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2011 TN പ്രതാപൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. 2011 UDFന്റെ മണ്ഡലമായിരുന്നു. അത് VR സുനിൽകുമാർ 2016 പിടിച്ചെടുത്താണ്. CPI 10 തൊട്ടിട്ടുണ്ട് കേട്ടോ. CPIയുടെ ലീഡ് 10 സീറ്റിലേക്ക് എത്തുകയാണ്. CPI അല്പം മെച്ചപ്പെടുകയാണ്. കാഞ്ഞങ്ങാട് ലീഡ് ചെയ്യുന്നു. സണ്ണി ജോസഫ് തന്നെ. പേരാവൂരിൽ സണ്ണി ജോസഫ്.